യുദ്ധം നിർത്താൻ സന്നദ്ധമെന്ന് ഇറാൻ. സുരക്ഷയിൽ ഉറപ്പ് ലഭിക്കണമെന്ന് ഇറാൻ പ്രസിഡന്റ് ആവശ്യപ്പെടുന്നു. യുദ്ധം 3 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിപ്പിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രതികരണവും ട്രംപിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. ട്രംപിന്റെ വാക്കുകളിലേക്ക്. What is the plan to bring them back down? All I have to do is leave Iran, and we'll be doing that very soon. And they'll become tumbling down. And stock prices were up today almost to a record because they know two things. Number one, we have a safe country. We had to take a little detour because we had a madman named Khomeini who sadly is no longer with us. And we had regime change already. We've knocked out one regime, then we knocked out the second regime. Now we have a group of people that are very different. They're much more reasonable. I think much less radicalized. We've had regime change. We're dealing with people that are much more rational, that people pour in and destroy our country. So I have many powers, but I would say that within 2 weeks, maybe 3, we're hitting them very hard. Last night we knocked out tremendous amounts of missile-making facilities. As you probably read or wrote, we knocked out. Excuse me? Pardon me for interrupting. The U.S. will be gone or done with the war in 2 I think weeks? we're 2 or 3 weeks. Not 3 weeks. If it is We'll 3 leave. weeks. And it's very ട്രംപിന്റെ clearly- പ്രതികരണമാണ് കേട്ടത്. യുദ്ധം അവസാനിക്കുമെന്നാണ്, 3 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കുമെന്നാണ് ട്രംപ് പറയുന്നത്. ഒപ്പം ഇറാനും യുദ്ധം അവസാനിപ്പിക്കാൻ ഏതാണ്ട് തയ്യാറെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരം ചില പ്രസ്താവനകൾ ഇതുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയനുമായി മറ്റും നടത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഇതിപ്പോൾ പലതവണയായി പറയുന്നുണ്ട് യുദ്ധം ഉടൻ അവസാനിപ്പിക്കും എന്നുള്ളത്. പക്ഷേ അപ്പോഴും ആക്രമണങ്ങൾ തുടരുന്ന പശ്ചാത്തലമുണ്ട്. ഇറാൻ തന്നെ സമ്മതിച്ചു യുദ്ധവിരാമത്തിന് എന്നുള്ള വിവരമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്? രഞ്ജിത്ത്, 1 മാസത്തോളമായി നീണ്ടു നിൽക്കുന്ന യുദ്ധം അത് അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു എന്ന വ്യക്തമായ റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ട്രംപിന്റെ പ്രതികരണം തന്നെയാണ് അതിൽ നിർണായകം. 3 ആഴ്ചയ്ക്കുള്ളിൽ US സൈന്യം ഇറാൻ വിടും എന്നാണ് ട്രംപിന്റെ പ്രതികരണം. ഒരു ഡീൽ ഇറാനുമായി ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും US സൈന്യം ഇറാൻ വിടും എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. അതായത് ഈ യുദ്ധത്തിൽ നിന്ന് US വളരെ വൈകാതെ തന്നെ പിൻവാങ്ങുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനകളാണ് ട്രംപിൻ്റെ പ്രതികരണത്തിൽ ഉള്ളത്. സ്വാഭാവികമായും ഒരു ഡീൽ ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും പിന്മാറും എന്ന് ട്രംപ് വ്യക്തമാക്കുമ്പോൾ അത് പല കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടയായ പല കാരണങ്ങളുണ്ട്. ഒന്ന്, ആഗോള ഊർജ്ജ മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധി. 2, US-നുള്ളിൽ തന്നെ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ട്രംപിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ US-ലെ 50 സ്റ്റേറ്റുകളിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. നോ കിങ്സ് പ്രൊട്ടസ്റ്റ് അങ്ങനെ ഒരു മുദ്രാവാക്യവുമായാണ് അമേരിക്കയിൽ ഉടനീളമുള്ള ഈ പ്രതിഷേധം. ആ പ്രതിഷേധം കൂടി കണക്കിലെടുത്താകണം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു തീരുമാനം. എന്തായാലും രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ഭാഗത്തു നിന്നും ഈ പ്രതികരണത്തോട് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യഘട്ടം മുതൽ തന്നെ പലതരത്തിലുള്ള ചർച്ചകൾക്ക്, നയതന്ത്ര ചർച്ചകൾക്ക് സാധ്യത ആരാഞ്ഞെങ്കിലും ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിരുന്നില്ല. കാരണം ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു. അവരുടെ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ അലി ലാരിജാനി അടക്കമുള്ള അവരുടെ ഉന്നത നേതൃശ്രേണിയിലെ പലരും കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഈ പശ്ചാത്തലത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നാണ് ഇറാൻ എല്ലാ ഘട്ടങ്ങളിലും വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റിനോട് ഫോണിൽ സംസാരിക്കവേ ഇറാൻ പ്രസിഡന്റ് ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഇച്ഛാശക്തി ഇറാന് ഉണ്ട്, ഇറാന് അതിൽ സന്നദ്ധമാണ് എന്ന തരത്തിൽ പെസഷ്കിയാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നു. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. കാരണം ഈ യുദ്ധം, ഇത്തരത്തിലുള്ള യുദ്ധങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന ഉറപ്പ് വേണം. അതോടൊപ്പം തന്നെ ഇറാനുള്ള സുരക്ഷാ ഗ്യാരണ്ടികളിൽ വ്യക്തമായ ഉറപ്പ് വേണം എന്നൊരു ആവശ്യമാണ് ഇറാൻ പ്രസിഡന്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യം ഒരുങ്ങിയത്, ഒരു വശത്ത് കൂടുതൽ സൈന്യത്തെ കരയുദ്ധത്തിന് അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് അയക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. USS ട്രിപ്പോളി അവിടെ എത്തി 2500 മറൈനുകളെ അവിടേക്ക് അയക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വന്നു. അതോടൊപ്പം തന്നെ 6000-ലധികം സെയിലർമാരെ വരും ദിവസങ്ങളിലും US മിഡിൽ ഈസ്റ്റിലേക്ക് അവരുടെ യുദ്ധത്തിനായി ചുമതലപ്പെടുത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നു. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയുമാണ്. അതായത് ഒരു വശത്ത് യുദ്ധം ശക്തമായി തുടരും എന്ന സന്ദേശം നൽകുമ്പോഴും മറുവശത്ത് നയതന്ത്ര ഇടപെടലുകൾ സജീവമായിരുന്നു. ചൈനയുടെയും പാകിസ്ഥാന്റെയും ഇടപെടലുകൾ ഒരുപക്ഷെ നിർണായകമായി എന്ന് ഈ ഘട്ടത്തിൽ പറയണം. കാരണം അവരൊരു 5 നിർദ്ദേശങ്ങൾ തയ്യാറാക്കുകയാണ്. ഈ നിർദ്ദേശങ്ങൾ അടക്കം ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഇറാനെയും US-നെയും നേരിട്ടുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുക. അതാണ് ഇപ്പോൾ
ചൈനയും പാകിസ്ഥാനും ലക്ഷ്യമിടുന്നത്. അത്തരത്തിൽ ചില മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ, പ്രത്യേകിച്ച് തുർക്കി അടക്കമുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥ ശ്രമങ്ങൾ ഒരു വശത്ത് സജീവമായി തുടരുകയാണ്. ആ ശ്രമങ്ങൾ വിജയിച്ചാൽ ഒരു പക്ഷേ നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുങ്ങും. അതായത് നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകൾക്ക് വഴിയൊരുങ്ങും. US-ഉം ഇറാൻ പ്രതിനിധികളും നേരിട്ട് ചർച്ച നടത്തിയാൽ ചില പരിഹാര ഫോർമുലകൾ തെളിയും എന്ന റിപ്പോർട്ടുകൾ പല കോണുകളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാകും എന്ന് കണ്ടറിയണം. എന്തായാലും അല്പം മുമ്പ് മാർക്കോ റൂബിയോ ഫോക്സ് ന്യൂസിനടക്കം നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയത് ഈ യുദ്ധം 3 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കും. സ്വാഭാവികമായും അത്തരത്തിൽ ഉള്ള നേരിട്ടുള്ള ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. പക്ഷേ അപ്പോഴും US-നെ ഇത്തരത്തിൽ ഒരു പിന്മാറ്റത്തിന് വഴിവെച്ചത് നാറ്റോയുടെ പിന്തുണ അടക്കം ഈ യുദ്ധത്തിന് ലഭിച്ചില്ല US-ന് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. റൂബിയോ ഒരു പ്രതികരണം കൂടി നടത്തുന്നുണ്ട്. അതായത് ഈ യുദ്ധം അവസാനിപ്പിച്ചാലും യുദ്ധത്തിന് ശേഷം നാറ്റോ സഖ്യരാജ്യങ്ങളുമായുള്ള സഹകരണത്തിൽ അതിലൊരു പുനർവിചിന്തനം ഉണ്ടാകണം, അതിലൊരു പുനർവിചിന്തനം ആവശ്യമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഈ യുദ്ധത്തിൽ നിന്ന് US പിൻവാങ്ങുന്നത് എന്ന് വ്യക്തമാണ്. അതായത് ഇറാനിലെ ഭരണമാറ്റം US-ന്റെ ലക്ഷ്യമായിരുന്നില്ല എന്നാണ് ട്രംപിന്റെ പ്രതികരണം. അതായത് നേരത്തെ ഉണ്ടായിരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് ട്രംപ് മലക്കമറിയുന്നു. നാറ്റോ രാജ്യങ്ങളുടെ പിന്തുണ ഈ യുദ്ധത്തിന് ലഭിച്ചില്ല. US-നുള്ളിൽ തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു. മാത്രമല്ല ആഗോള ഊർജ്ജ മേഖലയിൽ നേരിടുന്ന പ്രതിസന്ധി, ഇങ്ങനെ പല കാരണങ്ങളാലാണ് ഇത്തരത്തിൽ പിന്മാറാനുള്ള നീക്കങ്ങളിലേക്ക് US കടക്കുന്നത്. ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നു. യുദ്ധം 3 ആഴ്ചയ്ക്കുള്ളിൽ അവസാനിക്കാനുള്ള സാധ്യതകളും തെളിയുന്നു. തീർച്ചയായും അതാണ് സാഹചര്യം. യുദ്ധം അവസാനിച്ചേക്കാം. ആശ്വാസകരമായ അങ്ങനെ ഒരു വാർത്തയും വരുന്നുണ്ട് പശ്ചിമേഷ്യയിൽ നിന്ന്. കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്.